ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നിപ്പോൾ ഫെൻസാണ്, ഇത് ഫെൻസ് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും ഇത് ഫെയ്ഡ് ആവും, കാരണം മഞ്ഞും മഴയൊക്കെ വീണിട്ട്. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഫെൻസ് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, പിന്നെ കളറും ഫെയ്ഡ് ആവാതെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. ഹോം ഡിപ്പോ എന്ന സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ പെയിൻറ്റ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് ഒരു ബുക്ക് തരും, ഇതിന് നമുക്ക് ചൂസ് ചെയ്യാം ഏത് കളർ വേണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊരു റെഡ്വുഡ് നാച്ചുറൽ ഒരു കളറാണ് ചൂസ് ചെയ്തത്. അപ്പം നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുന്ന പെയിൻറ്റ് അവർ ഇതേ കണക്കുള്ള ഒരു മെഷീനിൽ വെച്ച് മിക്സ് ചെയ്ത് ഇതേ കണക്കൊരു കണ്ടെയ്നറിലാക്കിയാണ് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് സാധാ പെയിൻറ്റിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇത് കുറച്ച് വാട്ടർ ബേസ്ഡ് ആണ് ഇത്. അപ്പോൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് ഒന്ന് അത് മിക്സ് ചെയ്തിട്ട് വേണം ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ശരിക്കും ഒരു സ്പ്രേ പെയിൻറ്ററും കൂടിയാണ്, നമുക്ക് സ്പ്രേ ചെയ്യാവുന്ന ഒരു പെയിൻറ്റ് കൂടിയാണ്. അതാണ് ഇങ്ങനെ ലിക്വിഡ് പോലെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ ഞങ്ങൾ സ്പ്രേ അല്ല ചെയ്തത്, ഞങ്ങൾ ശരിക്കും ബ്രഷ് വെച്ച് അടിക്കുകയായിരുന്നു. ഇതായിരുന്നു എൻ്റെ ഫെൻസിൻ്റെ റിയൽ കളർ, ഇതാണ് കേട്ടോ. ഇത് പതുക്കെ പതുക്കെ ഇത് ഫെയ്ഡായി വരും, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതാണ് ഈ കാണുന്ന ഫസ്റ്റ് ഒരു കോട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ ഇതാണ്. അപ്പം ഞങ്ങൾ ഒരു 2 കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഹസ്ബൻഡും മോളും ഞാനും. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് അടിച്ചത്. ഇതിപ്പോൾ കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും, പക്ഷേ ഈസി അല്ല. എനിക്ക് തോന്നുന്നു സ്പ്രേ പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പോകാമായിരുന്നു. പക്ഷെ കൈ കൊണ്ട് അടിച്ചത് കൊണ്ട് തന്നെ പക്ഷേ നല്ല പെർഫെക്ഷൻ കിട്ടും, പക്ഷേ സമയം അതുപോലെ എടുക്കും. ഏതാണ്ട് ഒരു 2-2.5 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് തീരാൻ മൊത്തത്തിൽ. പിന്നെ പലതരത്തിലുള്ള പെയിൻ്റ് ഉണ്ടായിരുന്നു, സോളിഡ് ആൻഡ് സെമി ട്രാൻസ്പെറൻറ്റ് എന്നും വാട്ടർ ബേസ്ഡ് വുഡ് സ്റ്റെയിൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പെയിൻറ്റ്സ് ഉണ്ട്, പേരിലുള്ള ഇതും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും ഇരുന്നും നിന്നും കിടന്നും ഒക്കെ ഞങ്ങൾ ഒരു 2-2.5 ദിവസം കൊണ്ട് ഇത് ഫുള്ള് അടിച്ചു. അതേ കണക്ക് തന്നെ ഒരു 2 കോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ എങ്കിലേ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫുൾ അടിച്ചു കഴിഞ്ഞപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതിനി കുറേ വർഷത്തേക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഫുള്ള് നമ്മൾ അടിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റിയൽ കളർ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും?